സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു നിയന്ത്രണം വിട്ട കുതിരയെപ്പോലെ പാഞ്ഞോടാൻ തുടങ്ങും. ചിലപ്പോൾ അത് ഭൂതകാലത്തിലെ വേദനാജനകമായ ഓർമ്മകളിലേക്ക് കുതിക്കും, മറ്റു ചിലപ്പോൾ അജ്ഞാതമായ ഭയങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടും. നമുക്ക് ശാന്തത ആഗ്രഹിക്കുമ്പോഴും മനസ്സ് നമ്മളെ അശാന്തിയുടെ ആഴക്കടലിലേക്ക് വലിച്ചിടുന്നു. രാവിലെ കണ്ണു തുറക്കുമ്പോൾ പോലും ഒരു കാരണവുമില്ലാതെ മനസ്സിൽ ഒരുതരം ഭാരവും തിരക്കും അസ്വസ്ഥതയും അനുഭവപ്പെടും. ഒരു അദൃശ്യമായ ശക്തി നമ്മളെ വലിച്ചിഴയ്ക്കുന്നത് പോലെ. ഒരു നിമിഷം പോലും നിർത്താതെ സമാധാനമില്ലാതെ ഈ ഓട്ടം തുടരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാകേണ്ട സ്വന്തം മനസ്സ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയത് എന്തുകൊണ്ടാണ്? എവിടെയാണ് നമുക്ക് പിഴച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇങ്ങനെ പാഞ്ഞു നടക്കുന്ന, അലറിക്കരയുന്ന, കഷ്ടപ്പെടുന്ന ഈ മനസ്സിനെ ശരിക്കും ശാന്തമാക്കാൻ കഴിയുമോ? നമുക്ക് നമ്മുടെ മനസ്സിന്റെ യഥാർത്ഥ യജമാനന്മാരാകാൻ സാധിക്കുമോ? നമ്മൾ ഈ ലോകത്ത് ചിരിച്ചും കളിച്ചും സംസാരിച്ചുമൊക്കെ കഴിയുന്നുണ്ടെങ്കിലും ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആഴത്തിൽ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ സ്വന്തം മനസ്സുമായും അസ്വസ്ഥതകളുമായും ഭയങ്ങളുമായുമുള്ള ഒരു പോരാട്ടം. അത് മനോഹരമായ പ്രഭാതത്തിലെ സൂര്യപ്രകാശമായാലും രാത്രിയുടെ നിശബ്ദതയായാലും നമ്മുടെ കൺമുന്നിൽ ഒരു മനോഹര ലോകമുണ്ടായിട്ടും ഉള്ളിൽ ഒരുതരം വിചിത്രമായ കലഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും നിശബ്ദമാകാത്ത ഒരു ശബ്ദം. ചിലപ്പോൾ ഭൂതകാലത്തിലെ തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ചുള്ള ഖേദം, ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള അദൃശ്യമായ ഭയം, ചിലപ്പോൾ സ്വന്തം ദേഷ്യം, ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള നിരാശ. ഏറ്റവും വിചിത്രമായ കാര്യം, എല്ലാം നന്നായിരിക്കുമ്പോൾ പോലും ഈ മനസ്സിന് സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ്. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന കുരങ്ങനെ പോലെ നമ്മുടെ മനസ്സും നിർത്താതെ ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അത് ക്ഷീണിക്കും, പക്ഷെ നിൽക്കില്ല. നമ്മൾ പലപ്പോഴും ഈ അസ്വസ്ഥത മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ സംഗീതം കേൾക്കും, ചിലപ്പോൾ ഫോണിൽ മുഴുകും, ചിലപ്പോൾ ജനക്കൂട്ടത്തിൽ നമ്മളെ തന്നെ ഒളിപ്പിക്കും. എന്നിട്ടും ലോകം ഉറങ്ങുന്ന രാത്രിയുടെ ഇരുട്ടിൽ യഥാർത്ഥ യുദ്ധം നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുന്നു. നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, അസ്വസ്ഥത വർദ്ധിക്കുന്നു. നമ്മൾ നിശബ്ദമായി മേൽക്കൂരയിലേക്ക് നോക്കിക്കിടക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? ഈ മനസ്സിന് എപ്പോഴാണ് സമാധാനം ലഭിക്കുകയെന്ന്? ഈ അസ്വസ്ഥതയ്ക്കും നിയന്ത്രണമില്ലാത്ത ഈ മനസ്സിനും ആരുടെ കുറ്റമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെയാണോ, സാഹചര്യങ്ങളുടെയാണോ, അതോ നമ്മുടേതു തന്നെയാണോ? ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സത്യമിതാണ്. നമ്മുടെ തെറ്റായ ശീലങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും നമ്മൾ തന്നെയാണ് ഈ മാനസിക യുദ്ധം അജ്ഞതയോടെ ആരംഭിച്ചത്. നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത്. ഇപ്പോൾ അത് നമ്മുടെ യജമാനനായി മാറിയിരിക്കുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും എല്ലാം ആ നിയന്ത്രണമില്ലാത്ത മനസ്സിന്റെ കൈകളിലാണ്. നമ്മൾ വെറും പാവകളെപ്പോലെയായി ഭയം, അത്യാഗ്രഹം, ദേഷ്യം, ഖേദം എന്നിവയുടെ പുറകെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വലിച്ചിഴയ്ക്കുന്നു. ഗൗതമ ബുദ്ധൻ ഒരു തവണ ആഴത്തിലുള്ള ധ്യാനത്തിന് ശേഷം പറഞ്ഞതിങ്ങനെ: നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ജയിക്കാൻ മറ്റൊരു യുദ്ധവും ബാക്കിയുണ്ടാവില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, മനസ്സാണ് എല്ലാം. നിങ്ങൾ എന്താണെന്ന് ചിന്തിക്കുന്നുവോ അത് നിങ്ങളായി മാറുന്നു. അതുകൊണ്ട് മനസ്സ് നിയന്ത്രണമില്ലാതെ പോയാൽ നമ്മുടെ ജീവിതം മുഴുവനും നിയന്ത്രണമില്ലാതെ പോകുന്നു എന്ന് മനസ്സിലാക്കുക. എന്നാൽ മനസ്സ് നിയന്ത്രണത്തിലായാൽ ജീവിതം സ്വയം ഒരു ശാന്തമായ തടാകം പോലെ മനോഹരമാകും. ഇന്ന് നമ്മൾ ആ രഹസ്യം തേടിയുള്ള യാത്രയിലാണ്. അവിടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള 10 അചഞ്ചലമായ മന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഇവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ അസ്വസ്ഥനാക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുക. ഭയമോ ആശയക്കുഴപ്പമോ അജ്ഞാതമായ ഭാരമോ ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും നിങ്ങളുടെ ജീവിതം മുഴുവന്റെയും യഥാർത്ഥ യജമാനനാകും. അതുകൊണ്ട് ഇന്ന് എന്നോടൊപ്പം ഈ യാത്രയിൽ ചേരുക. ഓരോ വാക്കും ഓരോ മന്ത്രവും നിങ്ങളുടെ മനസ്സിന്റെ തകർന്നതും ഇളകിമറിയുന്നതുമായ പാലത്തെ വീണ്ടും ബന്ധിപ്പിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വീണ്ടും കണ്ടെത്താൻ കഴിയും. ആദ്യത്തെ മന്ത്രം ഇതാണ്: നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക, അവയോടൊപ്പം ഒഴുകിപ്പോകാതിരിക്കുക. നമ്മൾ ശാന്തമായിരുന്ന് നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. നമ്മുടെ മനസ്സ് വളരെ ചഞ്ചലമാണ്. ഒരു നദി തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെയാണത്. ചിലപ്പോൾ ഈ ദിശയിലേക്ക്, ചിലപ്പോൾ ആ ദിശയിലേക്ക്, ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് നിർത്താതെ ചാടിക്കൊണ്ടിരിക്കുന്നു. ഇടവേളയില്ലാതെ ഈ മനസ്സ് ചിലപ്പോൾ നമ്മളെ ഭാവിയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു, ചിലപ്പോൾ ഭൂതകാലത്തിലെ തെറ്റുകൾ ഓർത്ത് ഖേദിപ്പിക്കുന്നു, ചിലപ്പോൾ ഭയവും ഉത്കണ്ഠയും, ചിലപ്പോൾ സന്തോഷ സ്വപ്നങ്ങളും, മറ്റു ചിലപ്പോൾ നമ്മൾ അതേ ചിന്തകളിൽ ഒഴുകി നീങ്ങുന്നതായി തോന്നും. എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ ആഴത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ
ഈ ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ ഉപരിതലത്തിലെ വെറും ഓളങ്ങൾ മാത്രമാണെന്ന് കാണാം. അവ പുറമേ നിന്ന് നമ്മളെ പ്രലോഭിപ്പിച്ച് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ അവയ്ക്ക് നമ്മളെ ദോഷകരമായി ബാധിക്കാൻ കഴിയില്ല, നമ്മൾ അവയിൽ കുടുങ്ങിപ്പോകുന്നില്ലെങ്കിൽ മാത്രം. ഗൗതമ ബുദ്ധന്റെ വാക്കുകൾ ഓർക്കുക: മനസ്സിനെ കീഴടക്കിയാൽ എല്ലാം സാധ്യമാണ്. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനെ ആഴത്തിൽ നിരീക്ഷിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്കപ്പുറം മറ്റൊന്നുമല്ല നമ്മളെന്ന് എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക, അവയുടെ ഒപ്പം ഒഴുകിപ്പോകാതിരിക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. ഇതിനർത്ഥം നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ ഒരു അകലത്തിൽ നിന്ന് വീക്ഷിക്കുക എന്നതാണ്. ഒരു നദിയുടെ തീരത്ത് നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നത് വെറുതെ നോക്കി നിൽക്കുന്നത് പോലെ സങ്കല്പിക്കുക. നിങ്ങൾ അതിലേക്ക് ചാടുകയോ അതിൽ ഒഴുകിപ്പോവുകയോ ചെയ്യാതെ വെറുതെ നിരീക്ഷിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഭയമോ ഉത്കണ്ഠയോ നിരാശയോ പോലുള്ള ഏതൊരു ചിന്തയും ഉയരുമ്പോൾ നിങ്ങൾ അതിനെ വെറുതെ നോക്കുക, അതിലേക്ക് സ്വയം ബന്ധിപ്പിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ ചിന്തകളുമായി വൈകാരികമായി അടുക്കുമ്പോൾ നമ്മൾ അവയുടെ ഭാരത്താൽ കുഴിച്ചു മൂടപ്പെടും. ഇത് ശരിയാണോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ സ്വയം ചോദിക്കാൻ തുടങ്ങും. തുടർന്ന് അതേ ചിന്തകളിൽ മുഴുകിപ്പോകും. എന്നാൽ നമ്മൾ ചിന്തയെ അകലെ നിന്ന് നോക്കുകയും അതിനെ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സാകുന്ന നദിയിൽ വരുന്ന ഒരു ക്ഷണികമായ ഓളം മാത്രമാണെന്നും അത് പിന്നീട് മാഞ്ഞു പോകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ചിന്തകൾ ഒരിക്കലും സ്ഥിരമല്ലെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മൾ അവയോട് അടുക്കുകയും അവയെ സ്ഥിരമായി നിലനിർത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവ അങ്ങനെ തോന്നുന്നത്. നമ്മൾ അവയിൽ ഒഴുകിപ്പോകാതെ വെറുതെ നിരീക്ഷിക്കുകയാണെങ്കിൽ സാവധാനം ആ ചിന്തകളെ അതിജീവിച്ച് ഒരു അസാധാരണമായ സമാധാനം അനുഭവിക്കാൻ നമുക്ക് കഴിയും. ഒരു കലാകാരൻ തന്റെ ചിത്രത്തെ ഒരു അകലത്തിൽ നിന്ന് നോക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ചിന്തകളെ നോക്കുകയും ആ ചിത്രത്തിലെ നിറങ്ങൾ നമ്മളല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ക്രമേണ നിയന്ത്രണമില്ലാത്ത മനസ്സ് ശാന്തമാകുന്നത് നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ സമാധാനം നിങ്ങൾ കണ്ടെത്തും. ചിന്തകളുടെ ഓട്ടം നിലയ്ക്കും. നിങ്ങളുടെ മനസ്സാകുന്ന നദി ക്രമേണ ശാന്തമാകും. ഈ ലളിതമായ ഒരു ചുവടിലൂടെ മാത്രം നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള ആദ്യ ചുവട് നിങ്ങൾക്ക് വെക്കാൻ കഴിയും. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു, അതിൽ നിങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. നിങ്ങൾ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ അതിനെ നിരീക്ഷിക്കുമ്പോൾ ഈ ചിന്ത ഒരു ക്ഷണികമായ ഓളം മാത്രമാണെന്നും നിലവിലെ സാഹചര്യത്തെ അതിന് മാറ്റാൻ കഴിയില്ലെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ സ്വയം പറയും, ഈ ചിന്തകൾ എന്റെ മനസ്സിൽ വന്നിരിക്കുന്നു, പക്ഷേ ഞാൻ അവയോടൊപ്പം ഒഴുകിപ്പോകാൻ പോകുന്നില്ല. എന്നിട്ട് ആ ചിന്തയെ അവിടെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ശ്രദ്ധ മറ്റെവിടേക്കെങ്കിലും മാറ്റുക. ക്രമേണ ആ ചിന്ത ദുർബലമാവുകയും നിങ്ങളുടെ സമാധാനം വർദ്ധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ മന്ത്രം മനസ്സിനെ ദിവസവും ശുദ്ധമാക്കുക എന്നതാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മസ്തിഷ്കം ഓരോ ദിവസവും മണിക്കൂറുകളോളം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചിന്തകൾ ഒരു നദി പോലെ അത് നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ മനസ്സ് വളരെ ഭാരം കുറഞ്ഞതായി തോന്നിയേക്കാം, മറ്റു ചിലപ്പോൾ ഭാരവും ഉത്കണ്ഠയും നിറഞ്ഞതാകാം. ഇതാണ് നമ്മുടെ മനസ്സ്. ചിലപ്പോൾ ശാന്തം, ചിലപ്പോൾ പ്രക്ഷുബ്ധം. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാമെന്നും ശുദ്ധമാക്കാമെന്നും നമുക്ക് അറിയാമായിരുന്നെങ്കിൽ എന്ന്? എല്ലാ ദിവസവും നമ്മുടെ മനസ്സിനെ ഒരു വെളുത്ത കടലാസ് പോലെ കാണാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: ദിവസവും നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കുക. മുന്നോട്ടു പോകാൻ തടസ്സമാകുന്ന ചിന്തകളുടെ ഭാരം നമ്മളിൽ ഇല്ലാതിരിക്കാൻ ഇത് സഹായിക്കും. ഒരു നീണ്ട ദിവസത്തെ ജോലി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിവരുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ മനസ്സ് പുതിയ ആശയങ്ങൾ, ജോലികൾ, ആളുകൾ, പ്രശ്നങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ആ സമയത്ത് നിങ്ങളുടെ മനസ്സിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും. ഈ സമ്മർദ്ദം സാവധാനം നിങ്ങളെ മാനസികമായി തളർത്തുകയും ചെയ്യും. നമ്മുടെ മസ്തിഷ്കം ഒരു കപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അതിലേക്ക് നിർത്താതെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഒരു ഘട്ടത്തിൽ അത് കവിഞ്ഞൊഴുകാൻ തുടങ്ങും. അതുപോലെ നമ്മൾ ദിവസവും മനസ്സിനെ ശുദ്ധമാക്കിയില്ലെങ്കിൽ അത് നമുക്ക് ഒരു വലിയ മാനസിക ഭാരമായി മാറും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എങ്ങനെയാണ് മനസ്സിനെ ശുദ്ധമാക്കുക എന്ന്? ഉത്തരം വളരെ ലളിതമാണ്. എല്ലാ ദിവസവും കുറച്ചു സമയം നിങ്ങൾക്കായി കണ്ടെത്തുക. ഏതാനും മിനിറ്റുകൾ കണ്ണടയ്ക്കുക. ആഴത്തിൽ ശ്വാസമെടുത്ത് മനസ്സിലൂടെ ഓടുന്ന എല്ലാ ചിന്തകളെയും വിട്ടുകളയുക. നിങ്ങൾ നിങ്ങളുടെ മുറി വൃത്തിയാക്കുന്നത് പോലെ മനസ്സും വൃത്തിയാക്കുക. നിങ്ങളെ അലട്ടുന്ന ചിന്തകളെയും മനസ്സിലെ ഭാരങ്ങളെയും ഒഴിവാക്കുക. മനസ്സിനെ ശൂന്യമാക്കുന്നത് ഒരു പരിശീലനമാണ്. ഇത് ഒറ്റ ദിവസത്തെ ജോലിയല്ല, മറിച്ച് ദിവസവും ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങൾ ഇത് പതിവായി ചെയ്യുമ്പോൾ ക്രമേണ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. നിങ്ങളുടെ ഉള്ളിൽ ഒരുതരം അസാധാരണമായ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടും. നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും.
ഇത് നിങ്ങളുടെ മാനസിക നില മെച്ചപ്പെടുത്തുക മാത്രമല്ല, ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടുതൽ സാവധാനത്തിലും വിവേകത്തോടെയും ഉള്ളതാകും. കാരണം നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ അനാവശ്യ ചിന്തകളിൽ നിന്ന് മുക്തമാണ്. നിങ്ങളുടെ മനസ്സ് ശൂന്യമാകുമ്പോൾ പുതിയ ആശയങ്ങളെയും പുതിയ വഴികളെയും പുതിയ പരിഹാരങ്ങളെയും സ്വാഗതം ചെയ്യുന്നത് വളരെ എളുപ്പമാകും. അവ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാനസിക സമാധാനം കണ്ടെത്താൻ എല്ലാ ദിവസവും മനസ്സിനെ ശുദ്ധമാക്കുന്നത് ഒരു ശീലമാക്കുക എന്ന് പറഞ്ഞത്. ഇത് നിങ്ങളുടെ മനസ്സിനെ വ്യക്തമായി നിലനിർത്തുക മാത്രമല്ല, നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുകയും ചെയ്യും. മൂന്നാമത്തെ മന്ത്രം, നിഷേധാത്മകതയെ തിരിച്ചറിഞ്ഞ് നിശബ്ദമായി യാത്രയാക്കുക. നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ ഒരു ദിവസം എത്ര വേഗമാണ് നമ്മുടെ ഊർജം ചോർത്തിക്കളയുന്നതെന്നറിയാമോ? ചിലപ്പോൾ ചില കാര്യങ്ങളോ ചില ചിന്തകളോ ഒരു കാരണവുമില്ലാതെ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ആഗ്രഹമുണ്ടായിട്ടും അവയെ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മന്ത്രം നിങ്ങൾക്കുള്ളതാണ്. നിഷേധാത്മകതയെ തിരിച്ചറിഞ്ഞ് നിശബ്ദമായി യാത്രയാക്കുക. ഈ മന്ത്രത്തിന്റെ പ്രധാന ആശയം നിഷേധാത്മക ചിന്തകളെ അഥവാ നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുകയും അവയെ വെറുതെ വിടുകയും ചെയ്യുക എന്നതാണ്. ഇതിലെ ആദ്യപടി ഈ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുക എന്നതാണ്. നമ്മൾ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയാതെ പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു ചെറിയ കാര്യത്തെ പോലും നമ്മൾ മനസ്സിൽ വീണ്ടും വീണ്ടും വലുതാക്കും. ഉദാഹരണത്തിന്, ആരെങ്കിലും നമ്മളോട് മോശമായി സംസാരിച്ചതോ, ഒരു കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയാതെ പോയതോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ മനസ്സിലാക്കാത്തതോ ആയ കാര്യങ്ങൾ. ഇവയ്ക്കെല്ലാം ഒരേ ഫലമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സ് ക്ഷീണിക്കുകയും മാനസിക നില ദുർബലമാവുകയും ചെയ്യും. എന്നാൽ നമ്മൾ നിഷേധാത്മകതയെ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു അത്ഭുതകരമായ ശക്തി ലഭിക്കുന്നു. ഈ ചിന്ത നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ മാത്രമുള്ളതാണെന്നും നമ്മുടെ വിജയവുമായോ സന്തോഷവുമായോ സമാധാനവുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നും നമ്മൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്: ഈ നിഷേധാത്മക ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാം? അതിനൊരു ലളിതമായ വഴിയുണ്ട്. ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോഴെല്ലാം ആദ്യം അതിനെ തിരിച്ചറിയുക. ഇതൊരു നിഷേധാത്മക ചിന്തയാണ് എന്ന് നിങ്ങൾക്ക് സ്വയം പറയാൻ സാധിക്കണം. അതിനെ തിരിച്ചറിഞ്ഞാലുടൻ നിങ്ങളുടെ മാനസിക ഊർജത്തിൽ അതിന് ഒട്ടും ഇടം നൽകരുത്. നിശബ്ദമായി അതിനെ പറഞ്ഞയക്കുക. ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. ആരെങ്കിലും നിങ്ങളോടൊരു പ്രത്യേക കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞുവെന്ന് കരുതുക. ഇപ്പോൾ നിങ്ങൾ ഈ ചിന്ത വീണ്ടും വീണ്ടും മനസ്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശക്തിയും ആത്മവിശ്വാസവും നഷ്ടപ്പെടാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞ് ഇതൊരു നിഷേധാത്മക ചിന്ത മാത്രമാണ്, ഇത് എന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചിന്തയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം നൽകുന്നില്ല. ഈ പ്രവൃത്തി നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാനും നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് പുറത്തു വരാനും കഴിയുന്നു. ഇതിലൂടെ മാനസിക സമാധാനം ലഭിക്കുക മാത്രമല്ല, നിങ്ങളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം വരികയും ചെയ്യും. ഈ മന്ത്രം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള മറ്റൊരു ഫലപ്രദമായ മാർഗമാണ്. നിഷേധാത്മകതയ്ക്ക് പകരം നിങ്ങളുടെ ഊർജം പോസിറ്റീവും ഉൽപാദനക്ഷമവുമായ ചിന്തകളിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിഷേധാത്മകതയെ തിരിച്ചറിഞ്ഞ് നിശബ്ദമായി വിട്ടയക്കാൻ കഴിയുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഒരു പടി കൂടി മുന്നോട്ട് നീങ്ങുന്നു, കൂടുതൽ ശക്തവും ശാന്തവുമായ ഒരു മനസ്സിലേക്ക്. നാലാമത്തെ മന്ത്രം, ശരീരത്തെ നിയന്ത്രിക്കുക. മനസ്സ് തനിയെ വഴങ്ങും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ മനസ്സും തളരുന്നതായി തോന്നുന്നത്? അതുപോലെ ശരീരം ഉന്മേഷവാനായിരിക്കുമ്പോൾ മനസ്സ് കൂടുതൽ വ്യക്തവും ഊർജ്ജസ്വലവുമാകുന്നത്. ഇത് ശരീരവും മനസ്സും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ശരീരത്തെ നിയന്ത്രിക്കുക, മനസ്സ് തനിയെ വഴങ്ങും എന്ന നാലാമത്തെ മന്ത്രം ഈ പരസ്പര ബന്ധത്തെയാണ് ആഴത്തിൽ വിശദീകരിക്കുന്നത്. നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ ശക്തമായ ഒരു ഏകോപനമുണ്ട്. ശരീരം ശരിയായി പ്രവർത്തിക്കുകയും ശാരീരിക ഊർജം സന്തുലിതമാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും അതിന്റെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇനി ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുക? ഒന്നാമതായി, വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും ഈ പ്രക്രിയയുടെ നിർണായക ഭാഗമാണ്. യോഗ, ഓട്ടം, നീന്തൽ അല്ലെങ്കിൽ ഒരു ലളിതമായ നടത്തം എന്നിങ്ങനെയുള്ള ഏതൊരു ശാരീരിക പ്രവർത്തനവും ശരീരത്തിന് ഉന്മേഷം നൽകുക മാത്രമല്ല, മനസ്സിന് സമാധാനവും വ്യക്തതയും നൽകുകയും ചെയ്യുന്നു. നാം ശരീരം സജീവമായി നിലനിർത്തുമ്പോൾ രക്തയോട്ടം മെച്ചപ്പെടുന്നു. ഇത് തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും എത്തിക്കാൻ സഹായിക്കുന്നു.
തൽഫലമായി നമ്മൾ മാനസികമായി കൂടുതൽ ഉണർവുള്ളവരും ഉന്മേഷമുള്ളവരുമായി അനുഭവപ്പെടുന്നു. ഇതുകൂടാതെ നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ സന്തുലിതമായ ആഹാരം കഴിക്കുമ്പോൾ തലച്ചോറും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. ശരീരത്തിന് ശരിയായ പോഷണം ലഭിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നു. ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കുന്നത് മാനസിക വ്യക്തതയിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. ദൈനംദിന ദിനചര്യകളിൽ ശാരീരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ മനസ്സിലെ സമ്മർദ്ദവും ഉത്കണ്ഠയും ഗണ്യമായി കുറയുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നാം മാനസികമായി തളർന്നിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായതായി തോന്നാറുണ്ട്. എന്നാൽ നാം ശാരീരികമായി സജീവമാകുമ്പോൾ ഈ മാനസിക സമ്മർദ്ദം കുറയുകയും പ്രശ്നങ്ങൾക്ക് മികച്ച പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നു. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലും ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണെന്ന് പരാമർശിച്ചിട്ടുണ്ട്. ശരീരം ഉന്മേഷമുള്ളതാകുമ്പോൾ ആത്മാവും മനസ്സും സമാധാനത്താലും വ്യക്തതയാലും നിറയും. മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ശരീരം. അതുകൊണ്ടാണ് ഈ മന്ത്രം ഇത്രയധികം ശക്തമായിരിക്കുന്നത്. ശരീരത്തെ നിയന്ത്രിക്കുക, മനസ്സ് തനിയെ വഴങ്ങും എന്നത് ഒരു അടിസ്ഥാന തത്വമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ശരീരം സുഖമായിരിക്കുമ്പോൾ മനസ്സ് കൂടുതൽ സർഗാത്മകവും സജീവവുമാകുന്നുണ്ടെന്ന്? എന്നാൽ ശരീരത്തിന് ക്ഷീണം തോന്നുമ്പോൾ മനസ്സിൽ നിരാശയും മാനസിക ഭാരവും ഉണ്ടാകുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് വ്യക്തമാണ്, ശരീരത്തിന്റെ സമാധാനം മനസ്സിന്റെ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുന്നു. അതിനാൽ വ്യായാമം, യോഗ തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വളരെ നിർണായകമാണ്. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെയും സജീവമായും നിലനിർത്തുമ്പോൾ മനസ്സും വ്യക്തവും ശാന്തവും ശക്തവുമായി മാറും. ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ശരീരം ശരിയായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മനസ്സ് തനിയെ നിയന്ത്രണത്തിലാവുകയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ശാരീരിക ആരോഗ്യം എന്നാൽ വ്യായാമത്തിലും ഭക്ഷണത്തിലും മാത്രം ഒതുങ്ങുന്നില്ല. വിശ്രമവും ശരിയായ ഉറക്കവും ഇതിന്റെ പ്രധാന ഭാഗങ്ങളാണ്. നമ്മൾ നന്നായി ഉറങ്ങുമ്പോൾ ശരീരത്തിനും മനസ്സിനും പുത്തൻ ഊർജം ലഭിക്കുന്നു. ശരിയായ ഉറക്കത്തിലൂടെ നമ്മുടെ തലച്ചോറ് വിശ്രമിക്കുകയും അടുത്ത ദിവസത്തേക്ക് പൂർണ്ണമായി തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അഞ്ചാമത്തെ മന്ത്രം, ശരിയായ വാക്കുകൾ ഉപയോഗിക്കുക. നാം സംസാരിക്കുന്ന വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വാക്കുകൾക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. അവ മറ്റുള്ളവരിൽ മാത്രമല്ല നമ്മുടെ സ്വന്തം മനസ്സിലും ആഴത്തിൽ സ്വാധീനം ചെലുത്തും. ശരിയായ വാക്കുകൾ ഉപയോഗിക്കുക എന്ന ഈ മന്ത്രം വാക്കുകളിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും രൂപപ്പെടുത്താൻ കഴിയുമെന്ന സത്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങളായി മാറുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഈ വാക്യം ഒരു ചിന്ത മാത്രമല്ല, ഒരു ആഴത്തിലുള്ള സത്യം കൂടിയാണ്. നമ്മൾ പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മാനസിക മനോഭാവവും പോസിറ്റീവാകുന്നു. നമുക്ക് നമ്മളെയും മറ്റുള്ളവരെയും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ജീവിതത്തെ ഒരു പുതിയ ദിശാബോധത്തോടെ കാണാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ നെഗറ്റീവായ വാക്കുകൾ ഉപയോഗിച്ചാലോ, ഉദാഹരണത്തിന് എനിക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല, ഇതൊരിക്കലും നടക്കില്ല, ഞാൻ ഇതിൽ മിടുക്കനല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിനെ ഒരു പരിധിവരെ തളർത്തുന്നു. നമ്മൾ സ്വയം പരിമിതികൾ വെക്കുകയും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. വാക്കുകളുടെ ഇത്തരം നെഗറ്റീവ് സ്വാധീനം നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ചിന്തകളെ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ പുറത്തെവിടെയുമല്ല, നമ്മുടെ വാക്കുകളിലും ചിന്തകളിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ശരിയായ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമായി മാറുന്നത്. പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക മാത്രമല്ല, നമ്മുടെ മനസ്സിന് ശക്തിയും പ്രചോദനവും നൽകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാൻ കഠിനാധ്വാനം ചെയ്യും, വിജയിക്കും, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ പക്കലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ ആത്മവിശ്വാസവും പ്രതീക്ഷയും കൊണ്ട് നിറയ്ക്കും. ഇങ്ങനെയുള്ള പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരു പുതിയ ദിശാബോധവും ഊർജവും നൽകുന്നു. വാക്കുകളുടെ സ്വാധീനം അത്രയധികം ശക്തമാണ്. പുരാതന മുനിമാരും യോഗികളും പോലും തങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. തങ്ങളുടെ പെരുമാറ്റവും ചിന്തകളും ശുദ്ധമായി നിലനിർത്താൻ ഇത് അത്യാവശ്യമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. വാക്കുകളുടെ ഉച്ചാരണം ശുദ്ധവും കൃത്യവുമായിരിക്കണം. കാരണം അത് നമ്മുടെ ആന്തരിക ഊർജത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുന്നത്. ഒരു സാമൂഹിക പെരുമാറ്റം മാത്രമല്ല, മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് അത്യാവശ്യം കൂടിയാണ്. നമ്മുടെ ചുറ്റുപാടുകളെ പോസിറ്റീവാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മൾ ശരിയായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുക മാത്രമല്ല,
ചുറ്റുമുള്ള ആളുകളുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഉദാഹരണത്തിന്, നന്ദി, ദയവായി, ഞാൻ സന്തോഷവാനാണ്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് സന്തോഷം നൽകുക മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ഊർജ്ജ പ്രവാഹം സൃഷ്ടിക്കുകയും ചെയ്യും. പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെയും മെച്ചപ്പെടുത്തുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കി പോസിറ്റീവ് വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഉത്കണ്ഠയും സമ്മർദ്ദവും നെഗറ്റീവ് ചിന്തകളും കുറയുന്നു. ജീവിതത്തെ ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടോടെ കാണാനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് സാധിക്കുന്നു. ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്രത്തോളം മെച്ചപ്പെടുമെന്ന് ഇപ്പോൾ സങ്കല്പിക്കുക. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. വാക്കുകളിലൂടെ പോസിറ്റീവ് ചിന്തകളും മാനസിക ശക്തിയും നമ്മളിൽ നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക മാത്രമല്ല, നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ട് ശരിയായ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും. 6ാമത്തെ മന്ത്രം, ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി മുഴുകുക. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി മുഴുകിപ്പോയതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയുമില്ല. എല്ലാ ഉത്കണ്ഠകളും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ അസ്വസ്ഥതകളും അപ്രത്യക്ഷമാകും. നിങ്ങൾ ആ പ്രവൃത്തിയിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുകയും ആ നിമിഷം സമയം പോലും നിശ്ചലമാവുകയും ചെയ്യും. ഒരു കലാകാരൻ തന്റെ കലയിൽ പൂർണ്ണമായി ലയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പന്ത് കളിക്കാരൻ തന്റെ കളിയിൽ പൂർണ്ണമായി അർപ്പണബോധമുള്ളവനാകുന്നത് പോലെയാണിത്. ഇത് ഒരു അത്ഭുതകരമായ അവസ്ഥയാണ്. ഇതിനെ നമ്മൾ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ പൂർണ്ണമായ ധ്യാനം എന്ന് വിളിക്കുന്നു. നമ്മൾ ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തവും സന്തുലിതവുമായിരിക്കുക മാത്രമല്ല, നമ്മുടെ മുഴുവൻ ഊർജവും ആ കാര്യത്തിലേക്ക് സമർപ്പിക്കാനും നമുക്ക് സാധിക്കുന്നു. എന്നാൽ നമ്മൾ ഇത് ശരിക്കും ചെയ്യാറുണ്ടോ? പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടാവാറില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ ചിതറിച്ചു കളയുന്നു. ചിലപ്പോൾ ഫോണിൽ മുഴുകി, മറ്റു ചിലപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെട്ട്. നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ പല വഴിക്കും ചിതറിപ്പോകുന്നത് മനസ്സിനെ അശാന്തമാക്കുന്നു. ഇത് പലപ്പോഴും മാനസിക ക്ഷീണത്തിനും അസംതൃപ്തിക്കും കാരണമാകും. ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി മുഴുകുക എന്ന ഈ മന്ത്രം നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായി അർപ്പണബോധമുള്ളവരായിരിക്കണം എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ വായിക്കുക മാത്രം ചെയ്യുക. ഒരു സംഭാഷണത്തിലാണെങ്കിൽ മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ ഓരോ ഘട്ടത്തിലും പൂർണ്ണ ശ്രദ്ധ നൽകുക. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മികച്ച ഫലങ്ങൾ ലഭിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സ് പൂർണ്ണമായി സന്തുലിതവും ശാന്തവുമാകുകയും ചെയ്യും. ഓർക്കുക, ഏതൊരു കാര്യത്തിലും നാം പൂർണ്ണമായി മുഴുകുമ്പോൾ ആ ജോലി നന്നായി ചെയ്യുക മാത്രമല്ല, നമ്മുടെ മനസ്സിന് പുതിയ ഊർജം നൽകുകയും ചെയ്യുന്നു. ഇത് മാനസിക സമാധാനത്തിലേക്കും സന്തുലിതാവസ്ഥയിലേക്കുമുള്ള വഴിയാണ്. ഒരു കാര്യത്തിൽ മനസ്സ് പൂർണ്ണമായി അർപ്പിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകളും ഉത്കണ്ഠയും മാനസിക അസ്വസ്ഥതകളും ഇല്ലാതാകും. പുരാതന യോഗികളും സാധകരും ഈ മന്ത്രത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ മാനസിക സ്ഥിരത നേടാൻ അസാധ്യമല്ലെന്നു അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ സാധനകളിൽ പൂർണ്ണമായി മുഴുകിയത്. ഒരു കാര്യത്തിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ നമ്മുടെ ഊർജം കേന്ദ്രീകരിക്കപ്പെടുകയും മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യുമെന്ന് അവർക്കറിയാമായിരുന്നു. ഉദാഹരണത്തിന്, ഒരു സാധകൻ ധ്യാനിക്കുമ്പോൾ അയാളുടെ മുഴുവൻ ശ്രദ്ധയും ശ്വാസത്തിൽ മാത്രമായിരിക്കും. ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തിലെ ഒരു സംഭവത്തെക്കുറിച്ചോ അയാൾ ചിന്തിക്കുന്നില്ല. അയാളുടെ മുഴുവൻ ശ്രദ്ധയും വർത്തമാനത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഈ അവസ്ഥയിലാണ് മനസ്സ് പൂർണ്ണമായി സന്തുലിതവും ശക്തവുമാകുന്നത്. നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മാനസിക സമാധാനം നേടാനും സഹായിക്കുന്ന ഒരു മന്ത്രമാണിത്. ഒരു കാര്യത്തിൽ പൂർണ്ണമായി മുഴുകി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുക മാത്രമല്ല, നമ്മൾ കൂടുതൽ ഉൽപാദനക്ഷമരും കാര്യക്ഷമരുമാകുകയും ചെയ്യും. ഈ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ ദിവസവും പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിത നിലവാരം എത്രത്തോളം മാറും എന്നിപ്പോൾ സങ്കല്പിക്കുക. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, നിങ്ങളുടെ മുഴുവൻ അസ്തിത്വവും ആ ജോലിയിൽ മുഴുകിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഈ അവസ്ഥയിലാണ് നിങ്ങൾക്ക് ജോലിയിൽ മികവ് പുലർത്താനും മനസ്സിനെ നിയന്ത്രിക്കാനും കഴിയുന്നത്. 7ാമത്തെ മന്ത്രം, നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം ഓപ്ഷനുകൾ ഉണ്ടായിട്ടും ചിലപ്പോൾ നാം ദിശാബോധം നഷ്ടപ്പെട്ടവരായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വ്യക്തവും നിർവചിക്കപ്പെട്ടതുമായ ഒരു ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണിത് സംഭവിക്കുന്നത്. നമ്മുടെ ലോകവും സമൂഹവും ചുറ്റുമുള്ള ആളുകളും നമ്മളെ അത്രയധികം തിരക്കിലാക്കുന്നു. നാം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറന്നുപോകുന്നു. നാം നമ്മുടെ ലക്ഷ്യം മറക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചിതറിപ്പോകാൻ തുടങ്ങുകയും നാം ഏതൊരു ദിശയിലേക്കും നീങ്ങുന്നതായി കണ്ടെത്തുകയും ചെയ്യുന്നു.
ഈ സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് ഒരു ദിശാബോധം, ഒരു ലക്ഷ്യം, ഒരു നിശ്ചയദാർഢ്യം എന്നിവ ആവശ്യമാണ്. അതാണ് ഈ 7ാമത്തെ മന്ത്രം. നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർക്കുക. ഓരോ രാവിലെയും ഉണരുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഇന്ന് ഞാൻ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത്? ആ ഉത്തരം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർമ്മിക്കുന്നത് ഒരു പതിവ് എന്നതിലുപരി നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കാനുള്ള ശക്തമായ ഒരു മാർഗമാണ്. ഈ മന്ത്രം നിങ്ങളുടെ മനസ്സിന് വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്നു. അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ ചിതറിപ്പോകില്ല. എവിടെ കാഴ്ചയുണ്ടോ അവിടെ ഊർജമുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർമ്മിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഊർജവും ആ ദിശയിൽ കേന്ദ്രീകരിക്കപ്പെടുകയും അത് നിങ്ങളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സ് നിരന്തരം ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എല്ലാ പ്രയത്നങ്ങളും ആ ദിശയിലേക്ക് കേന്ദ്രീകരിക്കുകയും നിങ്ങൾ വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഴിതെറ്റിക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർമ്മിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാനസിക ഊർജത്തിന്റെ കേന്ദ്രമായി മാറും. ഒരു കപ്പൽ കടലിലൂടെ നീങ്ങുമ്പോൾ അതിനൊരു നിശ്ചിത പാതയുള്ളതുപോലെയാണിത്. ഒരു കപ്പലിന് വഴിതെറ്റിയാൽ അത് എവിടെയും പോയേക്കാം. എന്നാൽ കപ്പൽ അതിന്റെ ലക്ഷ്യസ്ഥാനമായ തീരം കാണുമ്പോൾ അത് ആ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദിശയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. ഈ മന്ത്രം മനസ്സിലാക്കാൻ നിങ്ങൾ ദിവസവും നോക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. ആ ചിത്രത്തിൽ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ വിജയം എന്നിവയുണ്ടെന്ന് സങ്കല്പിക്കുക. ഇത് നിങ്ങൾക്ക് പ്രചോദനം നൽകില്ലേ? ഇത് നിങ്ങൾക്ക് പുതിയ ഊർജം നിറക്കില്ലേ? നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർമ്മിക്കുമ്പോൾ അത് വെറുമൊരു മാനസിക വ്യായാമമല്ലാതായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമായി മാറും. പുരാതന യോഗികളും മുനിമാരും ഈ സത്യത്തിൽ വിശ്വസിച്ചിരുന്നു. അവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരു ബുദ്ധിമുട്ടിനും അവരെ തടയാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അവർ എപ്പോഴും തങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ നിലനിർത്തി. അതുകൊണ്ടാണ് അവരുടെ മനസ്സ് ശാന്തവും സ്ഥിരവും ശക്തവുമായിരുന്നത്. ഒരു ദിശാബോധമില്ലാതെ നാം വഴിതെറ്റി നടക്കുന്ന കാലടികൾക്ക് തുല്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. ലക്ഷ്യം വ്യക്തമാകുമ്പോൾ പാത സ്വയം എളുപ്പമാകും. നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർമ്മിക്കുന്നത് ഒരു ശീലമാക്കണം. രാവിലെ ഉണരുമ്പോൾ ആ ലക്ഷ്യം മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളുടെ കൺമുൻപിൽ അത് ജീവിക്കുന്നതായി സങ്കല്പിക്കുക. ഈ ലളിതമായ മന്ത്രത്തിന് നിങ്ങളുടെ ചിന്താഗതിയെയും ജീവിതത്തെയും മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ കാണും. നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നറിയുമ്പോൾ അതെടുക്കുന്ന ഓരോ ചുവടും ശരിയായ ദിശയിലായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ആ ദിശയിലായിരിക്കും. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും ആ ദിശയിലായിരിക്കും. നിങ്ങളുടെ മുഴുവൻ ഊർജവും ആ ദിശയിൽ കേന്ദ്രീകരിക്കപ്പെടും. ഇത് നിങ്ങളെ മാനസികമായി ശക്തനും വ്യക്തനുമാക്കും. ഈ മന്ത്രം ഒരു ആഴത്തിലുള്ള മാനസിക പരിശീലനമാണ്. നാം ഇത് നമ്മുടെ ദൈനംദിന ദിനചര്യയുടെ ഭാഗമാക്കിയാൽ ഇത് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക മാത്രമല്ല, നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ ചുവടുകളെയും ആ ലക്ഷ്യത്തിലേക്ക് ശരിയായ ദിശയിൽ നയിക്കുകയും ചെയ്യും. 8ാമത്തെ മന്ത്രം. ദിവസവും സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ദിവസം മുഴുവൻ നിങ്ങൾ എന്താണ് പഠിച്ചത്? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇന്ന് നിങ്ങൾ എന്ത് നല്ല കാര്യമാണ് ചെയ്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? അത്തരം ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ദിശാബോധവും യാഥാർത്ഥ്യബോധവും തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും. ദിവസേനയുള്ള തിരക്കിനിടയിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്ന് സ്വയം ചോദിക്കാൻ സമയം കിട്ടാതെയാകുന്നു. ഈ നിമിഷത്തിലാണ് നമ്മുടെ മനസ്സ് ചിതറിപ്പോകുകയും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുന്നത്. ഈ ശ്രദ്ധാഭംഗം ഒഴിവാക്കാൻ ദിവസവും സ്വയം ഒരു ചോദ്യം ചോദിക്കുക എന്ന ഈ മന്ത്രം വളരെ ശക്തമായ ഒരു വഴിയാണ്. ഈ മന്ത്രം ദിവസവും സ്വയം ഉള്ളിലേക്ക് നോക്കാനും ആത്മപരിശോധന നടത്താനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വ്യക്തമാവുകയും നമുക്ക് ദിശാബോധം തിരികെ നേടാൻ കഴിയുകയും ചെയ്യുന്നു. ആത്മപ്രശ്നം നമ്മുടെ മനസ്സിന് ഒരു ദിശാബോധം നൽകുന്നു. അതുവഴി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലും പ്രവൃത്തിയിലും വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ദിവസവും നിങ്ങൾ ഒരു ചോദ്യം സ്വയം ചോദിക്കുന്നു എന്ന് സങ്കല്പിക്കുക. എന്റെ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് കൂടി അടുക്കാൻ ഇന്ന് ഞാൻ എന്ത് ജോലിയാണ് ചെയ്തത്? അല്ലെങ്കിൽ ഇന്ന് ഞാൻ പുതിയതായി എന്ത് പഠിച്ചു? ഈ ചോദ്യം നിങ്ങളുടെ ചിന്തകളെ ഉന്മേഷമാക്കുക മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ പുറത്തു കൊണ്ടുവരികയും നിങ്ങളുടെ പ്രവൃത്തികൾക്ക് നിങ്ങളെ ഉത്തരവാദിയാക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ മനസ്സിനെ ശാന്തമാക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുക മാത്രമല്ല, ആത്മവിശ്വാസവും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുകയും
തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ഈ ആത്മപരിശോധനയാണ് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. പുരാതന കാലത്ത് യോഗികളും സാധകരും തങ്ങളുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്താനും ആത്മാവിനെ ശുദ്ധീകരിക്കാനും സ്വയം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ജീവിതത്തിലെ യഥാർത്ഥ വിജയം ആരംഭിക്കുന്നത് നാം സ്വയം ചോദ്യങ്ങൾ ചോദിക്കുകയും ജീവിതം മെച്ചപ്പെടുത്താൻ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന നിമിഷത്തിലാണെന്ന് അവർക്കറിയാമായിരുന്നു. തങ്ങൾ ശരിയായ ദിശയിലാണോ നീങ്ങുന്നതെന്നും ലക്ഷ്യം വ്യക്തമാണോ എന്നും അവർ ദിവസവും സ്വയം ചോദിച്ചിരുന്നു. ഈ ആത്മപരിശോധന കാരണം അവരുടെ മാനസിക നില സ്ഥിരവും ശക്തവുമായിരുന്നു. നിങ്ങളും ഈ ചോദ്യം ദിവസവും സ്വയം ചോദിക്കുന്നത് ഒരു ശീലമാക്കണം. ഈ ശീലം നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രയോജനകരമാകും. നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജവും അവബോധവും ഉണരുന്നത് നിങ്ങൾ കണ്ടെത്തും. നിങ്ങളെ തന്നെ നന്നായി മനസ്സിലാക്കാനും നിങ്ങളുടെ പോരായ്മകളിൽ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. ആത്മപ്രശ്നം നിങ്ങളുടെ മനസ്സിൽ വ്യക്തവും സ്പഷ്ടവുമായ ഒരു ദിശാബോധം കൊണ്ടുവരുന്നു. നിങ്ങളുടെ ദിവസം എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നും ഏത് ദിശയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നതെന്നും നിങ്ങൾക്കറിയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് മാനസിക സമാധാനവും വ്യക്തതയും നൽകുക മാത്രമല്ല, നിങ്ങളുടെ ലക്ഷ്യം സജീവവും ഉന്മേഷമുള്ളതുമായി അനുഭവപ്പെടുകയും ചെയ്യും. ആത്മപരിശോധനയിലൂടെ നിങ്ങളുടെ ചിന്തകൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ചിന്തകൾ എത്രത്തോളം വ്യക്തമാണ്, നിങ്ങൾ സ്വയം നിശ്ചയിച്ച ദിശയിലേക്കാണോ നീങ്ങുന്നത് എന്നെല്ലാം ഇതിലൂടെ അറിയാൻ കഴിയും. ഈ ചോദ്യങ്ങൾ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധിപ്പിച്ച് നിർത്തുകയും നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. 9ാമത്തെ മന്ത്രം, നിങ്ങളെക്കുറിച്ച് ചിരിച്ചു പഠിക്കുക. നമ്മുടെ ചെറിയ തെറ്റുകൾക്കും മണ്ടത്തരങ്ങൾക്കും അബദ്ധങ്ങൾക്കു പോലും നമ്മൾ എത്രമാത്രം ഗൗരവം നൽകാറുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് നാണക്കേട് തോന്നാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്? ജീവിതയാത്രയിൽ ചെറിയ തെറ്റുകളെക്കുറിച്ച് ഖേദിക്കുന്നതിൽ നമ്മുടെ സമയം പാഴാക്കുന്നു. പകരം അവയെക്കുറിച്ച് ചിരിച്ച് തള്ളിക്കളയണം. നമ്മൾ സ്വയം ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എത്ര എളുപ്പത്തിൽ ശാന്തവും ലഘുവാകുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ച് ചിരിക്കാൻ പഠിക്കുക എന്ന ഈ മന്ത്രം നമ്മുടെ മനസ്സിനെ ലഘുവാക്കുക മാത്രമല്ല, സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളെക്കുറിച്ച് ചിരിക്കുക എന്നാൽ നമ്മുടെ തെറ്റുകളെ അവഗണിക്കുകയോ നമ്മുടെ പോരായ്മകളെ പെരുപ്പിച്ചു കാണിക്കുകയോ എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് നമ്മുടെ പരാജയങ്ങളെയും തെറ്റുകളെയും ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടോടെ കാണുക എന്നതാണ്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണെന്നും അവയെക്കുറിച്ച് ചിരിക്കുന്നത് നമ്മളെ സ്വയം കൂടുതൽ സ്വീകരിക്കുന്നവരാക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. സ്വയം ചിരിക്കുക എന്നാൽ നിങ്ങളെ തന്നെ ലഘുവായ മനസ്സോടെ കാണുക എന്നതാണ്. നമ്മൾ സ്വയം ചിരിക്കുമ്പോൾ ആ നിമിഷത്തിൽ പൂർണ്ണമായി നിലനിൽക്കുകയും സംഭവിച്ചതെല്ലാം അംഗീകരിച്ച് മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. ആരും തികഞ്ഞവരല്ലെന്നും നമ്മുടെ വ്യക്തിത്വം ആരുടെയെങ്കിലും വിജയത്തിലോ പരാജയത്തിലോ അധിഷ്ഠിതമല്ലെന്നും നമ്മൾ അറിയുന്നു. ഈ മന്ത്രം നമ്മുടെ ബലഹീനതകളെയും തെറ്റുകളെയും തമാശ രൂപേണ കണ്ട് അവയെ നേരിടാൻ പഠിപ്പിക്കുന്നു. അവയുടെ ഭാരം മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനു പകരം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിരിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ തെറ്റിലോ തമാശയുള്ള ഒരു സാഹചര്യത്തിലോ നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കുകയും നിങ്ങളുടെ മനസ്സ് ലഘുവാകുകയും ചെയ്യും. ഇത് നിങ്ങളുടെ മനസ്സിൽ നല്ല സ്വാധീനം ചെലുത്തുകയും സമ്മർദ്ദം കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ജീവിതത്തിൽ ഗൗരവം വളരെ പ്രധാനമാണെന്ന് ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ചിലപ്പോൾ നമ്മൾ സ്വയം ചിരിക്കാനും പഠിക്കണം. നമ്മൾ ചിരിക്കുമ്പോൾ സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തി നേടുക മാത്രമല്ല, നമ്മുടെ മാനസിക നില ശക്തിപ്പെടുത്തുകയും ചെയ്യും. പുരാതന കാലത്ത് യോഗികളും സാധകരും തങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും തെറ്റുകളെയും കണ്ട് ചിരിച്ചിരുന്നു. കാരണം ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് അവർക്കറിയാമായിരുന്നു. ഓരോ പോരാട്ടവും ഓരോ ബുദ്ധിമുട്ടും ഒരു പാഠമാണ്. പുഞ്ചിരിയോടെ അതിനെ നേരിടുന്നത് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യ ചുവടാണ്. ഏത് സാഹചര്യത്തിലും മനസ്സിനെ ലഘുവാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന കലയിൽ അവർ സമർത്ഥരായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ അവയെ അതിജീവിക്കുന്നു. കാരണം നമ്മുടെ മാനസിക നില സ്ഥിരവും ശാന്തവുമായി നിലകൊള്ളുന്നു. നമ്മൾ സ്വയം ചിരിക്കുമ്പോൾ നമ്മുടെ ബോധമനസ്സിനെ ശുദ്ധവും ശാന്തവുമായി നിലനിർത്തുന്നു എന്ന് ഓർക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ പരാജയങ്ങളെയും വിജയങ്ങളെയും ജീവിതാനുഭവങ്ങളായി കാണുക. ഈ കാഴ്ചപ്പാടാണ് നമ്മളെ ശാക്തീകരിക്കുന്നതും നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതും. മൈൻഡ്ഫുൾനെസ്സുമായി കൂട്ടുകൂടുക എന്നതാണ് 10ാമത്തെ മന്ത്രം. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? പുതിയ ആശയങ്ങളുമായി അതൊരിക്കലും നിലയ്ക്കുന്നില്ല. ദിവസേനയുള്ള തിരക്കിനിടയിൽ ചിന്തകളുടെ ഒരു വലിയ കൂട്ടം നിങ്ങളുടെ മനസ്സിൽ നിറയുകയും അത് നിങ്ങളുടെ മാനസിക സമാധാനം കെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും സമാധാനമില്ലാത്തതുകൊണ്ട്. അത് ഒരു നിർത്താതെ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
എന്നാൽ ഈ വേഗതയേറിയ മനസ്സിനെ ശാന്തമാക്കാൻ എളുപ്പവും ശക്തവുമായ ഒരു വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? ശ്രദ്ധയോടെ കൂട്ടുകൂടുക. ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ശാന്തമായ അന്തരീക്ഷവും ആഴത്തിൽ ശ്വാസമെടുക്കുന്ന അനുഭവവും ജീവിതത്തിലെ ഓരോ നിമിഷവുമായും ആഴത്തിലുള്ള ബന്ധവും വരണം. മെഡിറ്റേഷൻ എന്നാൽ കണ്ണടച്ചിരിക്കുകയോ നിശബ്ദമായി ഇരിക്കുകയോ മാത്രമല്ല അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുഴുവൻ മാനസികവും ശാരീരികവുമായ ഊർജം ഒരിടത്ത് കേന്ദ്രീകരിക്കുക എന്നതാണ്. പൂർണ്ണമായും വർത്തമാനത്തിൽ ജീവിക്കുക. ഇതാണ് മെഡിറ്റേഷന്റെ ശക്തി. ഇത് നിങ്ങളുടെ മനസ്സിനെ ചിന്തിക്കുന്നതിന് പകരം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ശ്രദ്ധയോടെ കൂട്ടുകൂടുക എന്ന മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സിന്റെ ആശയക്കുഴപ്പങ്ങൾ പിന്നിലാക്കി നമുക്ക് വിശ്രമം നൽകാൻ കഴിയുമെന്നാണ്. നമ്മൾ പലപ്പോഴും പോരാടുന്ന നമ്മുടെ ചിന്തകളാകുന്ന മനസ്സിനോട് നമുക്ക് കൂട്ടുകൂടാൻ കഴിയും. നമ്മൾ നിശബ്ദമായ മനസ്സുമായി ഇരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ശരീരത്തെ ആത്മാവുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു വഴി പഠിക്കുകയും ചെയ്യുന്നു എന്ന് മെഡിറ്റേഷൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമിടയിൽ ഒരു ഐക്യം സൃഷ്ടിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇന്നത്തെ അതിവേഗ ജീവിതത്തിൽ നമ്മളെല്ലാം ഏതെങ്കിലും രൂപത്തിൽ സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്നു. സ്കൂൾ, ജോലി, ബന്ധങ്ങൾ, സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവയും അതിലേറെയും. ഇതെല്ലാം നമ്മുടെ മനസ്സിന് ഭാരമാകുന്നു. ഈ ഭാരം കൂടുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി നമുക്ക് തോന്നുന്നു. ഈ സമയത്താണ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ പ്രക്രിയയിലൂടെ നിങ്ങളുടെ മനസ്സ് നിശ്ചലമാകുന്നു. ഈ സ്ഥിരത നിങ്ങളെ സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല, മാനസികമായി വ്യക്തത നൽകുകയും ചെയ്യുന്നു. മെഡിറ്റേഷനെ കുറിച്ചുള്ള മറ്റൊരു പ്രധാന കാര്യം, ഇത് ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത് പ്രയോഗിക്കാമെന്നതാണ്. നിങ്ങളുടെ ദിവസം ആരംഭിക്കുമ്പോഴോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ കഴിയും. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തവും ശക്തവുമാക്കുന്നു. അതുവഴി നിങ്ങളുടെ പ്രശ്നങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ നേരിടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ മുമ്പ് അലട്ടിയിരുന്ന ചിന്തകളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തുടങ്ങുന്നു. അപ്പോൾ അവയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഗൗതമ ബുദ്ധന്റെ അഭിപ്രായത്തിൽ മെഡിറ്റേഷൻ മാനസിക സമാധാനം നേടാനുള്ള ഒരു മാർഗം മാത്രമല്ല, അത് ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. ബുദ്ധൻ പറയാറുണ്ടായിരുന്നു, ധ്യാനത്തിൽ മുഴുകിയവൻ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിക്ക് തുല്യനാണെന്ന്. ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിലെ ആഴത്തിലുള്ള സത്യങ്ങളെ നാം അറിയാൻ തുടങ്ങുന്നു. നമ്മുടെ യഥാർത്ഥ ശക്തി എന്താണെന്നും മാനസികവും ശാരീരികവുമായ പരിമിതികളെ എങ്ങനെ മറികടക്കാമെന്നും നാം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. കേവലം 10 മിനിറ്റ് ധ്യാനം പോലും നിങ്ങളുടെ മനസ്സിന് അത്രയധികം ഉന്മേഷവും സമാധാനവും നൽകും. നിങ്ങളുടെ ചിന്തകളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളെ സ്ഥിരതയും ശാന്തവുമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരും. മൈൻഡ്ഫുൾനെസ്സുമായി കൂട്ടുകൂടുക എന്ന ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നാം സമയം കണ്ടെത്തണമെന്നാണ്. സ്വയം ബന്ധപ്പെടുകയും ചിന്തകളെ നിയന്ത്രിക്കാൻ ധ്യാനം സ്വീകരിക്കുകയും വേണം. ധ്യാനം വെറുമൊരു സാങ്കേതിക വിദ്യയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാനുള്ള ഒരു വഴിയാണ്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള 10 മന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചല്ലോ. എന്തുകൊണ്ട് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു പുതിയ ദിശാബോധം നൽകിക്കൂടാ? ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുകയും കൂടുതൽ പ്രചോദനം നൽകുന്ന ഉള്ളടക്കം ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജീവിതത്തിന്റെ മികച്ച പാതയിൽ നടക്കാനുള്ള കൂടുതൽ ആഴത്തിലുള്ളതും ജ്ഞാനപ്രദവുമായ ചിന്തകളും കഥകളും മന്ത്രങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനവും വിജയവും കണ്ടെത്താൻ കഴിയണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനായി ഞങ്ങൾ നിങ്ങളെ നിരന്തരം നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും ഞങ്ങളുടെ ചാനലുമായി ബന്ധം നിലനിർത്തുകയും ചെയ്യുക. ഞങ്ങളോടൊപ്പം ചേരാനും നിങ്ങളുടെ മനസ്സിനെയും ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് പഠിക്കാനും സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ. നിങ്ങളുടെ ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കൂ.